അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ദീനിന്റെ നിലപാടാണ്, ദീനി വിശ്വാസികളോടാണ്, ഗോവിന്ദൻ മാസ്റ്ററോടോ കമാൽ പാഷയോടോ അല്ല. കമാൽ പാഷ ചോദിക്കുന്നത് കേട്ടു, ദീന് പറയാൻ കാന്തപുരത്തിന് എന്ത് അവകാശമെന്ന്. സാറേ കമാൽ പാഷ സാമ്പാറെ, താങ്കൾക്ക് എന്ത് അധികാരമാണ് കാന്തപുരം ഉസ്താദിനോട് ദീന് പറയരുതെന്ന് പറയാൻ? കാന്തപുരം ഉസ്താദ് അവിടുത്തെ അനുയായികളോടാണ് പറഞ്ഞിട്ടുള്ളത്. അത് പറയേണ്ടെന്ന് പറയാൻ താങ്കളല്ല മുസ്ലിമീങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതെന്ന ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. ഒരു ന്യായാധിപനായ താങ്കളിൽ നിന്ന് 5ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ബുദ്ധി പോലും ഇല്ലാത്ത സംസാരം ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുപോലെ CPM നേതാവായ ഗോവിന്ദൻ മാസ്റ്ററോടും ചിലത് പറയാതിരിക്കാൻ കഴിയില്ല. ഗോവിന്ദൻ മാസ്റ്റർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു നേതാവുണ്ട്, സഖാവ് EK നായനാർ. തികഞ്ഞ മതേതരവാദിയാണ്. മുസ്ലിമീങ്ങളോടൊക്കെ ചിലപ്പോൾ ചില കടുംപിടുത്തങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ നല്ല സമീപനം പുലർത്തിയിരുന്ന ആളായിരുന്നു. അദ്ദേഹം പണ്ടൊരു വാക്ക് പറഞ്ഞിരുന്നു, ഗോവിന്ദൻ മാസ്റ്റർ അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്, അതിനൊരു മറുപടിയും കൂടെ പറയുന്നത് നല്ലതാണ്. നായനാര് പറഞ്ഞത് പെണ്ണുള്ളിടത്തൊക്കെ പെൺവാണിഭം ഉണ്ടാകുമെന്നാണ്. ഈ വാക്ക് പിന്തിരിപ്പൻ നിലപാടാണോ എന്ന് CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ പറയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അത് പിന്തിരിപ്പൻ നിലപാടാണോ എന്നൊന്നറിഞ്ഞാൽ നന്നായിരുന്നു. ഗോവിന്ദൻ മാസ്റ്ററോടും കമാൽ പാഷയോടും പറയാൻ ഞങ്ങൾക്കുള്ളത്, ദീൻ പറയാൻ മതപണ്ഡിതന്മാരുണ്ട്, അതവർ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയുന്നതിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല. അത് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇന്ത്യ രാജ്യത്ത് എല്ലാ മതക്കാർക്കും എന്ന പോലെ മുസ്ലിമീങ്ങൾക്കും അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. അവരവരുടെ മതം പ്രചരിപ്പിക്കാനുള്ള, മതം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇന്ത്യ രാജ്യം എന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ന്യായാധിപനായ കമാൽ പാഷ ആ ഭരണഘടനയൊക്കെ പൊടി തട്ടിയെടുത്ത് വായിക്കുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തി കമാൽ പാഷക്കും CPM നേതാവായിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർക്കുമുള്ള മറുപടി കാന്തപുരം ഉസ്താദ് തന്നെ വളരെ വ്യക്തമായി പറയുന്നത് കൊണ്ട് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാന്തപുരം ഉസ്താദിനെ കേൾക്കാനായി പോകാം വീഡിയോയിലേക്ക്. മാലിക് റളിയല്ലാഹു അൻഹുവിനെ അടിച്ചടിച്ച് കൈപൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ എത്ര സംഭവങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെയൊന്നും പണ്ഡിതന്മാര് ചൂളിയിട്ടില്ല, പണ്ഡിതന്മാര് പതറിയിട്ടില്ല. അവര് പഠിച്ച സത്യം ഏത് കക്ഷികളുടെ മുന്നിലും തുറന്നു പറഞ്ഞ അനുഭവങ്ങളും പാരമ്പര്യവുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കുള്ളത്. അത് ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടരുക തന്നെ ചെയ്യും. അതിൽ സർവ്വ പണ്ഡിതന്മാരുടെയും സാധാരണക്കാരുടെയും പിന്തുണ, പണ്ഡിതന്മാർക്ക് ഈമാനുള്ളവരാണെങ്കിൽ അവരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. ഞാനിത് പറഞ്ഞു വരുന്നത്, ആരെങ്കിലും അതാ പണ്ഡിതന്മാര് നിയമം പറയുമ്പോ അതിനെ അവരുടെ വിദ്യാഭ്യാസമോ സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനമോ ഒന്നും ചൂണ്ടിക്കാണിച്ച് പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്താൻ ഇവിടെ ആരും വളർന്നിട്ടില്ല, ആരെയും വളരാൻ അനുവദിക്കുകയും ഇല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമം പറയും. അത് പണ്ഡിതന്മാര് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ തീവ്രവാദികൾ വളരുമായിരുന്നു, ഇവിടെ ഭീകരവാദികൾ വളരുമായിരുന്നു, ഇവിടെ അക്രമകാരികൾ വളരുമായിരുന്നു, ഇവിടെ വർഗീയവാദികൾ വളരുമായിരുന്നു. മുസ്ലിം സമുദായത്തിന് ശരിയായ ഡയറക്ഷൻ കൊടുക്കേണ്ട ബാധ്യതയുള്ളവരാണ് മുസ്ലിം പണ്ഡിതന്മാർ. അവരത് നിർവഹിച്ചുകൊണ്ടേ ഇരിക്കും. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ നൽകിയതാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും ലാ യദുർറുഹും മൻ ഖാലഫഹും. ഒരു വിഭാഗം എപ്പോഴും സത്യത്തിന്റെ മേൽ വിജയിക്കുന്നവരായി നിലകൊണ്ടേയിരിക്കും. അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാൻ. പക്ഷേ ചിലപ്പോൾ ത്യാഗം സഹിക്കേണ്ടി വരും, ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും, ചിലപ്പോൾ വേദന സഹിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്, അത് സ്വാഭാവികമാണ്. അങ്ങനെയാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതേപോലെ മഹാനായ അഹ്മദ് ഇബ്നു നസ്ർ ഖുസായി റളിയല്ലാഹു അൻഹുവിന്റെ തലവെട്ടി കൊന്നുപോയത് അതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറഞ്ഞ വകയിലാണ്.
പക്ഷെ അതിനൊന്നും അവരൊരു വിലയും കൽപ്പിച്ചില്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്തിനപ്പുറം ഒരാളും ജീവിക്കൂല. അള്ളാഹു നിശ്ചയിക്കാത്ത സമയത്ത് മുൻകൂട്ടി ആരും മരിക്കൂല. മരിക്കുന്ന സമയത്ത് ഷഹീദായി മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കതൊരു വിഷയമേ അല്ല. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു. അതെ, അതാണല്ലോ നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം അനുസരിച്ച് പണ്ഡിതന്മാർ ശരിയായ ദിശയിൽ ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം അതിവിപുലമായി നമുക്ക് നടത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണെന്ന് പറയേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച പണ്ഡിതന്മാരല്ലയോ? ഖുർആൻ പഠിച്ച ആലിമീങ്ങളല്ലയോ? നബിതങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാരല്ലയോ? അത് നന്നായി ഗ്രഹിച്ച ഇമാമീങ്ങളെ കിതാബുകൾ ഓതി പഠിച്ചവരല്ലയോ? ഇപ്പോ ചിലർക്കൊരു ധാരണയാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു വിവരമുണ്ടെങ്കിൽ അവരാണ് മതത്തിന്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടത് എന്നൊരു ധാരണയാണ്. ആ ധാരണ ബുദ്ധിയും വിവരവുമുള്ളവരാണെങ്കിൽ തിരുത്തണം. ഏതൊരു വിഷയത്തിലും ആ വിഷയം പഠിച്ചവര് പറയണം. മതനിയമങ്ങൾ പറയേണ്ടത് ആരാണ്? മതനിയമങ്ങൾ പറയേണ്ടത് മതനിയമങ്ങൾ മതഗ്രന്ഥങ്ങൾ ഓതി പഠിക്കാത്ത ഒരു വ്യക്തിയും അല്ല. അവര് നിലവിൽ ഉദ്യോഗസ്ഥന്മാരായാലും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരായാലും ഏത് സ്ഥാനത്തിരുന്നവരാണെങ്കിലും ഇരിക്കാത്തവരാണെങ്കിലും ഏത് മഹത്വങ്ങൾ മറ്റു നിലക്കുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും മതനിയമങ്ങൾ പറയേണ്ടത് മതപണ്ഡിതന്മാരാ. അവർക്ക് മാത്രമേ അതിനധികാരമുള്ളൂ. നമ്മൾ ബഹുസ്വര രാജ്യമായ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്. ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ള മതക്കാരുമായി സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കണം. അത് പണ്ഡിതന്മാര് തന്നെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരു മതം, ആ മതത്തിന്റെ വക്താക്കൾ അവരെ മതവുമായി ജീവിക്കുമ്പോൾ അവരെ പരിഹസിക്കുകയോ കളിയാക്കുകയോ കല്ലെറിയുകയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് മതനിയമം തന്നെ അംഗീകരിക്കുന്നില്ല. അതേസമയം അവനവന്റെ മതത്തിന്റെ കാര്യങ്ങൾ അവനവന്റെ മതത്തിലെ പണ്ഡിതന്മാരല്ലേ പറയേണ്ടത്. ഞാൻ ഇവിടെ വെച്ച് ക്രിസ്തു മതത്തിന്റെ നിയമം പറഞ്ഞാൽ, ഞാൻ ഇവിടെ വെച്ച് ഹൈന്ദവ മതത്തിനെ സംബന്ധിച്ച് സംസാരിച്ചാൽ എനിക്കതിന് ആധികാരികതയുണ്ടോ? ഇസ്ലാം മതത്തിന്റെ വിഷയങ്ങൾ അത് പറയേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരാണ്. മുസ്ലിം ആയതുകൊണ്ട് പറയാൻ അധികാരം കിട്ടൂല, മറിച്ച് മുസ്ലിം പണ്ഡിതന്മാരാണ് അത് പറയേണ്ടത്. വേറെ ഏതെങ്കിലും തസ്തികയിലുള്ളത് കൊണ്ടും പറയാൻ പറ്റില്ല, മറിച്ച് ഇസ്ലാമിന്റെ വിഷയങ്ങൾ മുസ്ലിം പണ്ഡിതന്മാര് പറയും. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ആരും എന്തും പറയാമെന്ന ഒരു ധാരണയിലാണ്, എന്തും ചെയ്യാമെന്നൊരു ധാരണയിലാണ് പലരുടെയും ജീവിത രീതികളും പ്രസ്താവനകളും കാണുമ്പോൾ തോന്നുന്നത്. അപ്പോഴെല്ലാം പണ്ഡിതന്മാർ മിണ്ടാതിരിക്കുമെന്നാണ് പലരും ധരിക്കുന്നത്. അങ്ങനെ ആർക്കും ഒരു ധാരണ വേണ്ട. ഇസ്ലാമിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാർ അവർ ഏത് കാലത്തും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയുന്നതിന് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ രാജ്യത്തും സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ മതത്തിന്റെ നിയമം ഇങ്ങനെയാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഏത് മുസ്ലിം പണ്ഡിതനും ഉണ്ട്. നിങ്ങൾ ഓർക്കൂ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫലാ വറബ്ബിക, തങ്ങളെ റബ്ബിനെ കൊണ്ട് സത്യം, അല്ലാഹു തന്നെ അല്ലാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യാൻ. ലാ യുമിനൂൻ, അവർ വിശ്വാസികളാവൂല, സത്യവിശ്വാസികളാവൂല. ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ ഓ നബിയെ തങ്ങളുടെ തീരുമാനം അംഗീകരിക്കണം.
حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت. അവിടുന്ന് എടുത്ത തീരുമാനത്തെ കുറിച്ച് ഒരു മനക്ലേശം ഉണ്ടാകാൻ പാടില്ല. അതെങ്ങനെ ഇപ്പൊ ഇക്കാലത്ത് പറയാൻ പറ്റുമോ? അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു മനക്ലേശം ഒന്നും ഉണ്ടാകാൻ പറ്റില്ല. ഖുർആൻ പ്രത്യേകം പറയാൻ ഏത് രാജ്യത്തും ഇസ്ലാമിന്റെ നിയമം എന്നതാണെന്ന് പറഞ്ഞൂടെ? അതേ സമയത്ത് വേറൊരു മതക്കാരനോട് നീ ഇസ്ലാമിന്റെ മതം അനുസരിച്ച് ജീവിക്കണം എന്ന് പറയാൻ പറ്റില്ല. അത് അവനവന്റെ മതം അനുസരിച്ചായിരിക്കും അവൻ ജീവിക്കുന്നത്. മുസ്ലിമീങ്ങളോട് പറഞ്ഞൂടെ ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്ന് പറഞ്ഞൂടെ? അത് പറയൽ പണ്ഡിതന്മാരുടെ ബാധ്യതയല്ലേ? ആ ബാധ്യത നിർവഹിക്കാത്ത കൊണ്ടല്ലേ ജൂതം നസാറ പണ്ഡിതന്മാര് പഴിച്ചുപോയി എന്ന് ഖുർആൻ പറഞ്ഞത്. ലൗലാ യൻഹാഹുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഅഖലിഹിമുസ് സുഹ്ത ലബീസ മാ കാനൂ യസ്നഊൻ. പണ്ഡിതന്മാര് പറയേണ്ടത് തുറന്നു പറഞ്ഞില്ല. അതിന്റെ പേരിൽ അവർ അല്ലാഹുവിന്റെ അടുക്കൽ ശപിക്കപ്പെട്ടവരായി പോയി. ഈ സമുദായത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നുകൂടാ. പണ്ഡിതന്മാര് പറയേണ്ടത് തുറന്നു പറയണം. ഒരാൾ ചോദിക്കുന്നു, അന്യ സ്ത്രീയെ അന്യപുരുഷൻ നോക്കിയാൽ എന്താ? എന്നാലില്ല, അദ്ദേഹത്തിന് ഖുർആൻ അറിയോ? ഖുല്ലിൽ മുഅ്മിനീന യഖുല്ലൂ മിൻ അബ്സാരിഹിം. ഈമാനുള്ള മുഅ്മിനീങ്ങളോട്, സത്യവിശ്വാസികളോട് പറയൂ നബിയേ, യഖുല്ലൂ മിൻ അബ്സാരിഹിം, അവർ അന്യ സ്ത്രീകളിലേക്ക് അതാ അനാവശ്യമായി അല്ലെങ്കിൽ അത്യാവശ്യത്തിനല്ലാതെ നോക്കരുത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം പണ്ഡിതന്മാരെ വിവരണമാണ്. ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ ഒരു സ്ത്രീയെ ചികിത്സിക്കേണ്ടി വന്നാൽ അവിടെ സ്ത്രീ തന്നെ ചികിത്സിക്കാനില്ലെങ്കിൽ പുരുഷനായ ഡോക്ടറെ കാണിക്കേണ്ടി വരും. അവിടെ നോക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഇതുപോലെ അതാ ഹജ്ജിന് പോകുന്ന സമയത്ത് എമിഗ്രേഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, നിങ്ങളൊന്ന് നിഖാബ് പൊക്കിയിട്ട് ആളെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നിഖാബ് പൊക്കണമെന്ന് പറയുമ്പോ അത് പറ്റൂലെന്ന് ഒരു പണ്ഡിതനും പറയൂല. കാരണം അത് രാജ്യസുരക്ഷയുടെയും യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന്റെയും ഭാഗമാണ്. അതിനാൽ അത് പൊക്കിക്കൊടുക്കുമ്പോൾ എന്റെ ഭാര്യയോട് ഞാനത് പറ്റൂല എന്ന് പറയില്ല. സുഹൃത്തുക്കളെ, പണ്ഡിതന്മാർക്കറിയാം എവിടെ എന്ത് പറ്റും പറ്റൂല എന്നത് പണ്ഡിതന്മാർക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അനിവാര്യ ഘട്ടത്തിലല്ലാതെ എന്ന് പ്രത്യേകം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഒരു ആയിഷയോട് ഒരു പശുവിനെ വാങ്ങി അവൾക്കൊരു 50,000 രൂപ കൈമാറണം. അത് കൈമാറുമ്പോൾ ഈ വാങ്ങുന്നത് ആയിഷയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആയിഷയുടെ മുഖത്ത് നോക്കിയാൽ തെറ്റാണെന്ന് ആരും പറയില്ല. കാരണം 50,000 വാങ്ങിയിട്ട് ചിലപ്പം മറിയം പോയാൽ ആയിഷക്ക് പണം കിട്ടൂല. ഇതുപോലെ ചില അത്യാവശ്യമായ ഘട്ടങ്ങളുണ്ട്. അല്ലാതെ സുബ്ഹാനല്ലാഹ്, അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം കണ്ടും നോക്കിയും തുള്ളാൻ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, ദൃഷ്ടി താഴ്ത്തിക്കോളണമെന്ന് ഖുർആനിന്റെ നിർദ്ദേശമാണ്. അതേ നബിതങ്ങൾ തന്നെ അതേ ഖുർആനിന്റെ വിവരണം പറഞ്ഞില്ലേ? അന്നദുറു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പാണ് അന്യ സ്ത്രീകളിലേക്കുള്ള നിങ്ങളെ നോട്ടം. അത് പാടില്ല. അങ്ങനെ ഖുർആനും ഹദീസും പച്ചയായി പഠിപ്പിക്കുന്ന വിഷയങ്ങളെ സുബ്ഹാനല്ലാഹ് നേരത്തെ ഏതോ കസേരയിൽ ഇരുന്നു എന്നതിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്ന നിലക്ക് ആരും ഇസ്ലാം തൊട്ട് കളിക്കരുത്, ഖുർആൻ തൊട്ട് കളിക്കരുത്, ഹദീസ് തൊട്ട് കളിക്കരുത്. അത് പറയേണ്ടവര് പറയേണ്ട സമയത്ത് പറഞ്ഞോളും. ഞാനിത് പറഞ്ഞു വരുന്നത് ഇപ്പൊ അങ്ങനത്തെ ഒരു ലോകമായി മാറുകയാണ് നമ്മുടെ കേരളം തന്നെ. ആർക്കും എന്തും ചെയ്യാം. ആരെങ്കിലും ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്ത പണ്ഡിതനെ സുബ്ഹാനല്ലാഹ് സുന്നത്ത് കർമ്മം നടത്തുന്ന പരിപാടിയായിട്ട് വരികയാണ് ഓരോരുത്തർ. അത് വേണ്ട. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ ഖിയാമത്ത് എന്ന നാൾ വരെ അല്ലാഹു നിലനിർത്തും. അത് നിലനിർത്തുന്നത് പണ്ഡിതന്മാര് മുഖേനയായി. അല്ലാതെ ഇവിടെ ദീൻ നിലനിൽക്കൂല. നമ്മുടെ ദീനീയ സ്ഥാപനങ്ങളുടെ പ്രസക്തി അവിടെയാണ്. നല്ല പ്രഗത്ഭരായ ഏത് സമയത്തും ദീനിന്റെ വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് മനസ്സിലാക്കി അത് നന്നായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന നല്ല നല്ല പണ്ഡിതന്മാർ ഇവിടെ വളരണം. അതിന് ഇസ്സത്ത് പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകണം. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ.
ഇസ്സത്ത് അല്ലാഹുവിനാണ്, വലി റസൂലിഹി അല്ലാഹുവിന്റെ റസൂലിനാണ്, വലിൽ മുഅ്മിനീൻ ഈമാനുള്ളവർക്കുമാണ്. മറ്റുള്ളവർക്ക് ഇസ്സത്തൊന്നും ഉണ്ടാവില്ല, വെറുതെ വിചാരിക്കലുണ്ടോ? ഇസ്സത്ത് അത് അല്ലാഹുവിന്റെ വാഗ്ദത്തമാണ്. ഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും, എന്റെ കരാറ് നിങ്ങൾ പാലിച്ചോളൂ, എന്നോട് നിങ്ങളുടെ കരാറ് നിങ്ങൾ പാലിച്ചാൽ ഞാൻ നിങ്ങളോടുള്ള കരാറ് പാലിക്കും. എന്താണ് കരാറ്? വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, ഈമാനുള്ളവരെ നമ്മൾ സഹായിക്കുമെന്നത് നമ്മൾ ഏറ്റെടുത്ത കാര്യമാണ് നബിയേ. അപ്പൊ ഈമാന് വേണം. ഈമാനുണ്ടോ? ഖുർആൻ പഠിപ്പിച്ച നിയമങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഒരാളും അതപ്പതിക്കൂല. ചില വ്യക്തികളിൽ അവരെ വ്യക്തി ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. ചിലപ്പോൾ മാസൂമായിക്കൊള്ളണം എന്നില്ല. അത് ചിലപ്പോൾ സാധാരണക്കാരിൽ സംഭവിക്കാം, ചിലപ്പോൾ വിവരമുള്ളവരിൽ സംഭവിക്കാം, ചിലപ്പോൾ ചില നേതാക്കളിൽ സംഭവിക്കാം. തെറ്റ് സംഭവിച്ചു പോവുക എന്നത് ഒന്നാണ്. തെറ്റിനെ ന്യായീകരിക്കുകയും തെറ്റിനെ എടുത്തു പറയുകയും തെറ്റാണെന്ന് പറയുന്നവരെ സുബ്ഹാനല്ലാഹ് അവരെ ഇവിടെ ഇല്ലായ്മ ചെയ്ത് കളയണമെന്ന് ചിന്തിക്കുന്നതും അത് വേറെ ഒന്നാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം. ദീനായി ഇവിടെ നിലനിൽക്കണം. അതിന് അർഹതപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ വളർന്നു വരണം. അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു മുതൽക്ക് പ്രവർത്തിച്ചു വന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ, നിങ്ങളെ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, കൊടിയത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ വെച്ച് എല്ലാ കക്ഷികളും കൂടിയിട്ട് ഒരു മുബാഹല നടത്തി. എന്നിട്ട് 6 മാസം പടച്ചവന് അവധി കൊടുത്തു. 6 മാസത്തിലിടക്ക് അതാ ഫലം കാണും എന്ന് പറഞ്ഞ് ലേഖനം എഴുതി ചെല്ലരുത്. എന്നിട്ടോ അതിൽ ആർക്കാണ് അബദ്ധം പറ്റുന്നത്, അല്ല പരിക്ക് പറ്റുന്നത്, അവര് മോശക്കാരെന്ന് തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്ന് നടത്തി. പക്ഷേ അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നിലനിർത്തി വന്ന വിധം അതേ നിലക്ക് നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ച കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട പണ്ഡിതനായ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, വളരെ ഭംഗിയായി അന്ന് തന്നെ പറഞ്ഞു, മുബാഹല നടത്തിയവർ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തി. ഇന്നും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് മാതൃഭൂമി പത്രം. അന്നത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, പണ്ഡിതന്മാര് പറയേണ്ടതപ്പോ പറഞ്ഞില്ലെങ്കിൽ ഉള്ള മുസീബത്ത് എത്ര വലുതാണ്. 6 മാസം കഴിഞ്ഞ് ഒരു ഖാദിയാനിക്ക് ഒന്നും സംഭവിച്ചില്ല, ഇപ്പുറത്തുള്ളവർക്ക് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ യുക്തിവാദി അതേ ദേശാഭിമാനി പത്രത്തിൽ ലേഖനം എഴുതി 6 മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും ദൈവം പ്രതികരിച്ചിട്ടില്ല, അതുകൊണ്ട് ദൈവം ജീവിച്ചിരിപ്പില്ല എന്ന് മനസ്സിലായി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും ഒക്കെ ഇവിടെ വളർത്തിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ പലരും നടത്തിയിട്ട് അതിനനുകൂലമായി നിന്നു കൊടുത്തില്ലെങ്കിൽ ഇവർ ഐക്യത്തിനില്ലാതെ ഐക്യം എല്ലാ ബാത്തിലും ഐക്യം. അങ്ങനെ ബാത്തിലുമായിട്ടൊരു ഐക്യം ഇസ്ലാമിൽ ഇല്ലട്ടോ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ബാത്തിൽ തന്നെ ശരി തന്നെ. അതാണ് ലക്കും ദീനുക്കും വലിയ ദീൻ. ഓരോരുത്തരുടെയും ദീൻ, മതം അവരവർക്ക്. അവരുടെ മതം നമ്മൾ എടുക്കലില്ല, നമ്മളെ മതം അങ്ങോട്ടും കൊടുക്കലില്ല. പിന്നെ നമ്മുടെ മതം സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ദീനിനെ അലങ്കോലപ്പെടുത്തുന്ന ഏർപ്പാടുകൾ. ഇപ്പോൾ ഞാൻ അത്രേ പറയുന്നുള്ളൂ. കൂടുതൽ പറയേണ്ട സന്ദർഭം വരുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ദീൻ തൊട്ട് ആരും കളിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, അള്ളാഹുവിന്റെ ദീൻ പറയാനുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരും അതേപോലെ തന്നെ ദീനീ വിദ്യാഭ്യാസവും അതേപോലെ അക്കാഡമിക് വിദ്യാഭ്യാസവും നേടിയ നല്ല യുവാക്കളായ പണ്ഡിതന്മാർ, കാലത്തിനനുസരിച്ച് ഏത് കാര്യങ്ങളെയും വിലയിരുത്തി പ്രതികരിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരും. കാലത്തിനനുസരിച്ച് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഹറാമാന്ന് പറഞ്ഞൊക്കെ ഇനി സുന്നത്താന്ന് പറയാന്നല്ല. പഴയ കാലത്ത് പാടില്ല എന്ന് പറഞ്ഞൊക്കെ ഇനി ഇങ്ങോട്ട് പാടില്ല എന്ന് പറയല്ല. അങ്ങനെ ഒഴുക്കിനനുസരിച്ച് നീന്തലല്ല ഇസ്ലാം. ഓ സുഹൃത്തുക്കളെ, പഴയ കാലത്ത് നമ്മുടെ ഇമാമിങ്ങൾ എഴുതി വെച്ചതിന് ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ
അല്ലാഹുവിന്റെ ദീൻ നിലനിർത്തിക്കൊണ്ടുപോകുന്ന പണ്ഡിതന്മാര് വേണം. അതിന് സ്ഥാപനങ്ങൾ വേണം. ഇവിടെ ഒരു സ്ഥാപനമായതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളെ നാട്ടിലൊക്കെ പലർക്കും പല സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ടാകും. ഏത് സ്ഥാപനം നടത്തുമ്പോഴും നമ്മുടെ പണ്ഡിത സഭയുടെ കീഴിൽ കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF തുടങ്ങിയ സംഘടനാ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടുമല്ലാതെ നമ്മൾ ഏതെങ്കിലും കക്ഷികൾ ഒരു സ്ഥാപനം തുടങ്ങി അപ്പോൾ നല്ല കാര്യം ചെയ്താൽ പോലും അത് പിൽക്കാലത്ത് നമുക്ക് ഭവിഷ്യത്താകുമോ എന്ന് ചിന്തിക്കണം. അതിന്റെ അനുഭവമല്ലേ വാഴക്കാട്ട് കാണുന്നത്. മഹാനായ കണ്യത്തുസ്താദ് ഓതിപ്പടിച്ച സ്ഥാപനം, താജുല്ലമ ഓതിപ്പടിച്ച സ്ഥാപനം, മഹാനായ കുതുബിത്തങ്ങൾ ഓതിപ്പടിച്ച സ്ഥാപനം, അല്ലെങ്കിൽ ദർസ് നടത്തിയ സ്ഥാപനം, ആ സ്ഥാപനം ഇപ്പോൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കയ്യിലുണ്ടോ? ഇല്ലാതെയായി പോയത് എന്താണ്? സ്ഥാപിച്ച കോയപ്പത്തൊടി ഹാജിയാർക്കോ അല്ലെങ്കിൽ അവിടെ അത് വഖഫ് ചെയ്ത വ്യക്തിക്കോ അദ്ദേഹത്തിന്റെ പേരെന്തായാലും ശരി, അദ്ദേഹത്തിനുള്ള ഇഖ്ലാസിന്റെ കുറവല്ല, അദ്ദേഹം ചെയ്തത് മോശമായിട്ടല്ല, മറിച്ച് അതൊരു സംഘടിത സ്വഭാവത്തിലും സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമല്ലാതെ ആ സ്ഥാപനം വളർത്തിയെടുത്തപ്പോൾ പിൽക്കാലത്ത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കയ്യിലതില്ല. എന്തിനധികം പറയണം, കോഴിക്കോട് മുഹീദ്ദീൻ പള്ളി മുഹീദ്ദീൻ ശൈഖിന്റെ പേരിലല്ലയോ, ഷാദുലി പള്ളി ഷാദുലി ശൈഖിന്റെ പേരിലല്ലയോ? അതെ, അതിപ്പോൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കയ്യിലുണ്ടോ? ഇല്ല. അതുപോലെ എത്ര 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 അനുഭവം പറയാനുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തികളെ ആസ്പദമാക്കിയിട്ടല്ല നമ്മുടെ സ്ഥാപനങ്ങൾ വളരേണ്ടതും വളർത്തേണ്ടതും. അത് സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാകണം. ഇത് വളരെ നിർബന്ധമാണ്. അതില്ലെങ്കിൽ പിൽക്കാലത്ത് നമ്മൾ കൈകടിച്ചത് കൊണ്ടും പണം കൊടുത്തവന് ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്നതിന് പകരം, ആ പണം ചെലവഴിച്ചവന് ആഖിറത്തിൽ ഗുണം കിട്ടുന്നതിന് പകരം, ആ പണം കൊടുത്തവനടക്കം മുശ്രിക്കാണെന്ന് പറയുന്നവന്റെ കയ്യിലേക്കും മുശ്രിക്കാണെന്ന് പറയുന്ന പഠനത്തിലേക്കും സ്ഥാപനം മതപ്പതിച്ചു പോകാൻ കാരണമുണ്ട്. ഇത് 1, 2, 10 അനുഭവങ്ങളല്ലല്ലോ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ലായൽ തവൽ മുഅ്മിന ഫീ ഹുജ്രിൻ വാഹിദിൻ മറത്തൈനി, 2 തവണ ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരേ മാളത്തിൽ നിന്ന് പാമ്പിടിക്കാൻ പറ്റൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഉദ്ദേശം എന്താണ്? അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ട് ഇനിയും അത്തരം വിഷയം ചിന്തിക്കാതെ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് പിന്നീട് കണ്ടറിയേണ്ടി വരും എന്നത് ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ ക്ലിയറായി. നമ്മൾ ജനങ്ങളെ തൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാ പറയാ, അത് നമ്മളെ ഡ്യൂട്ടിയാകരുത്. പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെ ഡ്യൂട്ടിയാകരുത്. إنك لا تقدر أن ترضي الناس كلهم فأصلح ما بينك وبين الله ثم لا تبالي بالناس. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം വളരെ നന്നായി മനസ്സിലാക്കി ലോകത്തിൽ എത്തിച്ചു കൊടുത്ത ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണത്. എല്ലാ ജനങ്ങളെയും തൃപ്തിപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയൂല മോനെ, അതിനാൽ നീ എന്ത് വേണം? ഇന്നക ലാ തഖ്ദിറു അൻ തുർദിയ الناس كلهم فاصلح ما بينك وبين الله. നിന്റെയും അള്ളാഹുവിന്റെയും ഇടയ്ക്കുള്ള വിഷയം നീ ക്ലിയർ ആക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടാകണം ഏത് വിഷയവും. അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരവാദിത്തം നിർവഹിക്കാനായിരിക്കണം ഏത് വിഷയവും. സുമ്മലാ തുബാലി ബിന്നാസ്. പിന്നെ ചിലര് നിനക്ക് അതാ ആദരിക്കാനും സാല് പതിപ്പിക്കാനും വരുന്നവരുണ്ടാകും. ചിലര് നിനക്ക് മെമന്റോ തരാനുണ്ടാകും. ചിലര് നിന്റെ ഫോട്ടോ എടുക്കാനുണ്ടാകും. അത് നീ ഒരു അല്പവും വില വെക്കണ്ട. അതേപോലെ മറ്റൊരു ഭാഗത്ത് നിന്നെ ആക്ഷേപിച്ച് സംസാരിക്കുന്നവരുണ്ടാകും, നിന്നെ കുറ്റം പറയുന്നവരുണ്ടാകും, കല്ലെറിയുന്നവരുണ്ടാകും, നിനക്കെതിരെ നടപടി പറയുന്നവരുണ്ടാകും. അതും വില വെക്കണ്ട. സുമ്മലാ തുബാലി ബിന്നാസ്. പിന്നെ ജനങ്ങളെ വില വെക്കണ്ട.
അല്ലാഹുവിനെ ഭയപ്പെട്ട് അവനിൽ അർപ്പിച്ച് നമ്മുടെ ജീവിതം നയിക്കണം. അത് തന്നെയാണ് സുഹൃത്തുക്കളെ സൂറത്ത് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനെ ഉപദേശിക്കുമ്പോ യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ഉപദേശം ഖുർആനിൽ അല്ലാഹു തആല എടുത്തുദ്ധരിക്കുകയാണ്. മകനോട് പറയുന്നു, മോനെ കൃത്യമായി മുറക്ക് നിസ്കാരം നിർവഹിക്കടേ. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നല്ല കാര്യം നിർദ്ദേശിക്കണേ, നല്ല കാര്യം കൽപ്പിക്കണേ. വൻഹ അനിൽ മുൻകർ, നിഷിദ്ധമായ കാര്യം വിരോധിക്കണേ. അങ്ങനെ വരുമ്പോൾ ചിലര് നിന്നെ വല്ലാതെ ബഹുമാനിക്കുന്നവരും ചിലര് വല്ലാതെ നിസ്സാരപ്പെട്ട് സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാകും. വസ്ബിർ അലാ മാ അസാബക, അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും നീ ക്ഷമിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് ശരിക്ക് തീരുമാനമെടുത്തുകൊണ്ടാകണം മുന്നോട്ടുള്ള ഗമനം. അത് ദീനീ പ്രവർത്തനത്തിന് ആവശ്യമാണ്. ഓ സുഹൃത്തുക്കളെ, ശേഷം റബ്ബ് പറയുന്നത് എന്താണ്? ഒരു കൂട്ടര് നിന്ദിക്കാനുണ്ടാകുമ്പോ വേറൊരു കൂട്ടര് ബഹുമാനിക്കാനും ഉണ്ടാകുമല്ലോ. അങ്ങനെ വരുമ്പോൾ നീ ആരോടും ഒരഹങ്കാരം പ്രകടിപ്പിക്കുന്ന പ്രവർത്തകനാകരുത്. വലാ തുസൈർ ഖദ്ദക ലിന്നാസ്, ജനങ്ങൾക്ക് നീ മുഖം കൊടുക്കാത്തവനായി പോകരുത്. നീ അതാ അഹങ്കാരം കൊണ്ട് മുഖം തിരിക്കുന്നവനാകരുത്. ولا تصعر خدك للناس ولا تمشي في الأرض مرحا, ഭൂമിയിൽ നീ അഹങ്കാരിയായി നടക്കരുത്. നീ വിനയാന്യതനായി, എല്ലാം എന്റെ റബ്ബിൽ നിന്നുള്ളതാണ്, ഞാൻ എന്റെ റബ്ബിനോടുള്ള കടപ്പാട് വീട്ടുകയാണ് എന്ന നിലക്കാകണം നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. അതേ, വലാ തുസൈർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഒരിക്കലും അഹങ്കാരികളെ, സ്റ്റാറ്റസ് നടിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് വിനയാന്വിതരായി നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ക്ഷമ എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. എല്ലാ രംഗത്തും ക്ഷമ വേണം. അല്ലാഹു പ്രത്യേകം പറഞ്ഞില്ലേ, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും, നിശ്ചയം പരീക്ഷിക്കും. ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം കൊണ്ട് പരീക്ഷിക്കും. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയട്ടെ, മുസ്ലിം ഉമ്മത്ത് അല്ലാഹുവിന്റെ ഖുർആനെ മുറുകെ പിടിച്ച് ജീവിക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ഇസ്ലാമിന്റെ നിയമമൊന്നും ഇനി പറഞ്ഞുകൂടാന്നോ, അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചുകൂടാന്നോ, ഇനി മുസ്ലിമീങ്ങളൊക്കെ മറ്റ് മുസ്ലിമീങ്ങളെ ആചാരങ്ങളൊക്കെ എടുത്തിട്ട് ജീവിക്കണമെന്നോ ചിന്തിക്കുന്ന ഭീരുക്കളായി പോകാൻ പാടില്ല. അതിന്റെ ആവശ്യവുമില്ല. അവനവന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കണം. അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റ് മതക്കാർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം. ഒരു വ്യക്തിയെയും ഉപദ്രവിക്കാൻ പാടില്ല. അൽ മുസ്ലിം മൻ സലിമൻ നാസു മിൻ ലിസാനി വയദിഹി, നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്തവനാണ്, ദ്രോഹിക്കാത്തവനാണ് യഥാർത്ഥ മുസ്ലിം. ഒരാളെയും, ഒരു മതക്കാരനെയും മതമില്ലാത്തവനെയും ദ്രോഹിക്കരുത്, ഇൻസൾട്ട് ആക്കരുത്. പക്ഷേ നമ്മൾ വേറെ ഒരു മതത്തിന്റെ ആചാരം പുൽകേണ്ടതില്ല, സ്വീകരിക്കേണ്ടതില്ല. നമ്മൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരാകണം. പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരവും അതിൻ്റെ നയവും ഇവിടെ പ്രചരിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും നാം അഹോരാത്രം പരിശ്രമിക്കണം. ഇപ്പൊ അടുത്ത ദിവസം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പ്രമേയം, ഞാൻ ഒറ്റക്കൊന്നല്ല, എല്ലാവരും 40ഓളം വരുന്ന ഉലമാക്കൾ ചേർന്ന
മുസാവറയുടെ ഒരു പ്രമേയം അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന ഒരു പദ്ധതിയും പാടുള്ളതല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ അതിന് ഇപ്പോൾ നടക്കുന്ന ഏതോ ഒരു വ്യായാമത്തിന്റെ പേരിലാണ് ഈ പറഞ്ഞതെന്ന് അർത്ഥം വെക്കുകയും എന്നിട്ട് അത് ഞാൻ സമസ്തയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എന്റെ പേരിൽ മാത്രം പ്രസ്താവനയാക്കി മാറ്റി. എന്നിട്ട് അതിന് അധികാരം പറയുന്നത് കുറെ ഡോക്ടർമാർ, കുറെ വക്കീൽമാരും ജഡ്ജിമാരും അതുപോലെ അന്യമതത്തിൽപ്പെട്ട ചില ആളുകൾ ഇന്ന് പറഞ്ഞതായി കേട്ട് നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിന്റെ നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആലിമീങ്ങൾ പറയും. അത് ആലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കണം. മറ്റുള്ള മതക്കാർ അതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധി അത് നടപ്പാവൂല എന്ന് പറഞ്ഞ ഇന്നൊരാളെ പ്രസ്താവന കേട്ടു. അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രമെടുത്തു നോക്കി. ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു 18 പേരെ. ഈ 18 പുരുഷന്മാരാ. ഒരൊറ്റ പെണ്ണിനെയും അവർക്ക് കിട്ടിയിട്ടില്ല. ഈ 18 എണ്ണവും പുരുഷന്മാരാണ്. എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത്? എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത്? ഞങ്ങൾ പറയുന്നതിനിങ്ങനെ കുതിര കയറാൻ വരണോ? ഞങ്ങളെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിമീങ്ങളോടാണ്. അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടണ്ടെന്നും കൂടണ്ടെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിമീങ്ങളോടാണ്. നിസ്കാരത്തിൽ സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മറക്കണം എന്നൊരു വിധി ഞങ്ങൾ പറഞ്ഞാൽ അതിന് മറ്റൊരു മതക്കാരെ വന്നിട്ട അതെന്തിനാ മുഴുവൻ മറക്കണമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിന്റെ നിയമമാണ് അന്യപുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടാൻ പാടില്ല എന്ന്. അത് ലോകമൊട്ടാകെ അംഗീകരിച്ചതല്ലേ. ബസ്സിൽ നിങ്ങൾ കണ്ടില്ലേ, സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ്, പുരുഷന്മാർ നിൽക്കുകയാണെങ്കിൽ പോലും അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. കക്കൂസിൽ പോകുന്നിടത്ത് അവിടെ ലേഡീസ് അല്ല, അതിന് പ്രത്യേക സീറ്റ്. അങ്ങനെ എപ്പോഴത്തെ നോക്കിയാലും ലേഡീസിന് പ്രത്യേക സീറ്റ് ലോകമൊട്ടാകെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും അംഗീകരിച്ച് വരുന്നുണ്ട്. എന്താണത്? അങ്ങനെ ബസ്സിലും കക്കൂസ് പോകുന്നിടത്തും കുളിക്കുന്നിടത്തും നടക്കുന്നിടത്തും എല്ലാ സ്ഥലത്തും അത് ലേഡീസിന് പ്രത്യേകം, അല്ലാത്തവർക്ക് വേറെ പ്രത്യേകത. ഇങ്ങനെ എഴുതി വെച്ച് ലോകമൊട്ടാകെ നടന്നു വരുന്നതല്ലേ. അത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല, അവരെ തരം താഴ്ത്താൻ വേണ്ടിയല്ല. ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം ഉണ്ടായിരുന്നില്ല. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം കൊടുത്തില്ലേ? അപ്പൊ ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുകയല്ല. അതേസമയത്ത് സ്വർണത്തിന്റെ മാല അലമാറിയിൽ വെച്ച് പൂട്ടി അതിന്റെ ഉള്ളിലൊരു പെട്ടി, അത് പെട്ടിയുടെ ഉള്ളിലൊരു പൊതി, ആ പൊതിയുടെ ഉള്ളിൽ വെച്ച് സൂക്ഷിച്ച സ്വർണത്തിന്റെ മാല വിൽക്കുന്ന കച്ചവടക്കാരൻ ഇങ്ങനെയെല്ലാം ഭദ്രമായി സൂക്ഷിച്ചിട്ട് ഇങ്ങോട്ടിറങ്ങിയപ്പോ അടുത്ത് ഒരു കച്ചവടക്കാരുണ്ട്. ഇത് കരിങ്കല്ലിന്റെ അമ്മി, ഉരല് ഇതെല്ലാം വിൽക്കുന്ന ഒരു ആ അമ്മിയൊക്കെ ഇവിടെ ഇങ്ങനെ റോട്ട് മരിട്ടിട്ടുണ്ട്. അപ്പൊ ഇയാൾ ചോദിക്കാം, ഈ സ്വർണ്ണ കച്ചവടക്കാരൻ എന്തൊരു വെടിയാണ് ഇത് കണ്ടില്ലേ? ഇവിടെ അമ്മ ഇവിടെ എല്ലാവരും നടന്നു പോകുന്നു, ഇവക്കൂടെ ചവിട്ടി പോകുന്നു. എന്നാൽ അതുപോലെ ഈ സ്വർണത്തിന്റെ മാലയും വെളുത്തത്ത് വെച്ചൂടെ എന്ന് ചോദിച്ചാൽ അവന്
ബുദ്ധി ശരിയില്ലാതെ അതിന് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ മാല ഇങ്ങനെ പുറത്തു വെച്ചാൽ എല്ലാവരും തൊട്ട് നോക്കി അവസാനം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെയായി പോകും. അല്ലെങ്കിൽ ആരെങ്കിലും കട്ടുകൊണ്ടുപോകും. കരിങ്കല്ലിന്റെ അമ്മയാണെങ്കിൽ കട്ടുകൊണ്ടുപോകുമോ, അല്ലെങ്കിൽ ചവിട്ടിയാൽ കേട് വരുമോ? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാതിവൃത്തിയും അവരുടെ സംരക്ഷണവും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം പർദ സമ്പ്രദായം വെച്ചിട്ടുള്ളത്. അതിന് ഒരാളും എതിർത്തിട്ട് കാര്യമില്ല. ഉലമാവ് പറയേണ്ടത് ഉലമാവ് പറയുക തന്നെ ചെയ്യും. അതിന് മുസ്ലിം സമുദായം എപ്പോഴും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.